ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റോസി ബ്ലോസത്തിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീട്ടിൽ ഒരുപാട് റോസി ബ്ലോസം ഉണ്ടായിട്ടുണ്ട്. ബ്ലോസത്തിൻ്റെ പിങ്കി കളർ, ഡാർക്ക് പിങ്കി കളറാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയ പൂവുകളും വലിയ പൂവുകളും ഒക്കെ ഒരുപാട് ഉണ്ടാവും. കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ പൂവായി കഴിഞ്ഞാൽ ഒരുപാട് ടൈം അത് വാടാതെ അങ്ങനെ നിൽക്കും. ബ്ലോസത്തിൻ്റെ കാര്യമല്ലേ ഞാൻ പറയാൻ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. പ്രത്യേകിച്ച് എല്ലാവരുടെ വീട്ടിലുള്ള ഒരു ചെടിയാണ് ബ്ലോസം. അതെനിക്കും അറിയാം. അപ്പോൾ ഇതിൽ ചെറിയ പൂവുകളല്ലാതെ വലിയ പൂവുകളുള്ള ബ്ലോസം ഉണ്ട്. ഇത് ചെറിയ പൂവായി വന്ന് വലിയ പൂവായി നിൽക്കുന്ന ബ്ലോസം ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബ്ലോസം ചെടിയുണ്ട്. എന്നിരുന്നാൽ പോലും എൻ്റെ വീട്ടിലൊരു 52ഓളം ബ്ലോസം ചെടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. എൻ്റെ ലൈറ്റ് റോസും ഡാർക്ക് പിങ്കും ഒക്കെ ആയിട്ടുള്ള ഫ്ലവറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൻ്റെ ചെടികൾക്കെല്ലാം മുള്ളുണ്ട്. അതിൻ്റെ മേലെ കാണുന്ന ഭാഗത്തെല്ലാം, അടിയിലുള്ള ഭാഗത്തെല്ലാം മുള്ളോടുകൂടി വളരുന്ന ഒരു ചെടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴമക്കാരുണ്ടെങ്കിൽ ഇത് വീട്ടിൽ വെക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല. 52 ചെടിയുള്ള എൻ്റെ വീട്ടിൽ എല്ലാ ചെടികളും കൊണ്ടുപോയി നശിപ്പിക്കാൻ ഒരു ചെറിയൊരു കാരണം ഉണ്ടായിരുന്നു. കാരണം പഴമക്കാരുള്ള വീട്ടിൽ പറയും മുള്ളുള്ള ചെടി വീട്ടിൽ വെക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങളതിൽ എത്ര വിശ്വസിക്കുന്നു എന്നറിയില്ല. ഞാൻ അതിൽ ഒരുപാട് വിശ്വസിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും അങ്ങനെയാണ് അതിൻ്റെ കണക്ക് എന്നാണ് പറയാറുള്ളത്. മുള്ളു ചെടി വീട്ടിൽ വെക്കാൻ പാടില്ല. പിന്നെ നമ്മളെ ഫ്രണ്ടിലത്തെ ഡോറ് തുറക്കുന്ന സമയത്ത് മുള്ളുള്ള ചെടി നമ്മൾക്ക് നേരെ കാണാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഒരുപാട് ഉണ്ടാകുമ്പോൾ നമുക്ക് മുറ്റത്തല്ലാണ്ട് ഇപ്പുറത്തോട്ടൊന്നും വെക്കാനും പറ്റൂലല്ലോ. അങ്ങനത്തെ ഒരവസ്ഥയിൽ എൻ്റെ അമ്മ ഒരുപാട് ഇഷ്ടപ്പെട്ട് കൊണ്ട് നടന്നതാണ് ഈ ചെടികളൊക്കെ കേട്ടോ. എന്നിട്ട് സങ്കടത്തോടെ അത് എല്ലാവർക്കും കൊടുക്കേണ്ടി വന്നു. ഈ ഒരു അവസ്ഥ കാരണമാണേ മുള്ളുള്ള ചെടി വീട്ടിൽ വെക്കാൻ പറ്റൂല എന്ന് വല്യമ്മ പറഞ്ഞതുകൊണ്ട് നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് എല്ലാവർക്കും എടുത്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ള, മുള്ളുള്ള ചെടി വെക്കാൻ പാടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. വലിയവർ പറയുന്നതെല്ലാം കാര്യമില്ലേ, അവർ വെറുതെ ആയിരിക്കില്ലല്ലോ പറയുന്നത്, എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടായിരിക്കും പറയണത്. അത് ശരി, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അവർ പറയുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ പാടില്ല, വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വെക്കാൻ പാടില്ല, വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറക്കുന്നിടത്ത് മുള്ളുള്ള ചെടി കാണാൻ പാടില്ല എന്ന്. അങ്ങനെ വരുമ്പോൾ വീടിൻ്റെ സൈഡുകളിലോട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട് ഡോറ് തുറക്കാത്ത സ്ഥലത്തോട്ടോ വെച്ചാൽ മതി. പക്ഷേ ഞങ്ങളുടെ അടുത്ത് ഒരുപാടുള്ളതുകൊണ്ട് ഫ്രണ്ടിൽ നമ്മുടെ ഫ്രണ്ട് പോർഷൻ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ പിന്നെ സൈഡ് പോർഷൻ അത്രയേ ഉള്ളൂ. ഫ്രണ്ടിൽ പിന്നെയും വെക്കാൻ പറ്റും, സൈഡിലൊട്ടും വെക്കാൻ പറ്റില്ല. തീരെ വീതിയില്ല ഞങ്ങളുടെ വീടിൻ്റെ സൈഡുകളിൽ. അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കേണ്ടി വന്നു. ഇതിനാണെങ്കിൽ ഒരുപാട് ചെടികളും ഒരുപാട് വളങ്ങളും ചുവന്ന മണ്ണും ഇതൊക്കെ ഇട്ടിട്ട് അമ്മ വളർത്തി വലുതാക്കിയാണ്. നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നതുമാണ്. ഇതിൽ നിന്ന് ഓരോരോ കഷ്ണം മുറിച്ചിട്ട് എല്ലാവരും കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് അതിലും വലുതായി വളർന്നിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പം അമ്മ പറയും, അയ്യോ ഇത്രയും നോക്കി പോറ്റി വളർത്തിയിട്ട് അതിനെ കൊടുക്കുമ്പോൾ ആ ഒരു സങ്കടം ആലോചിച്ച് നോക്കി. അതും നല്ല കാണാൻ ഭംഗിയാണ്. എല്ലാ ദിവസവും ഇതിൽ പൂവ് തരും. പൂവുണ്ടായാൽ തന്നെ ഒരുപാട് വാടത്തൊന്നുമില്ല. അങ്ങനെ പിന്നെ ഒരു 10-20 ചെടിയോളം സൈഡുകളിലേക്ക് മാറ്റി, എങ്ങനെയല്ലോ ഉള്ള സ്ഥലത്തൊക്കെ മാറ്റി ബാക്കിയുള്ള ചെടികളെല്ലാം കൊടുക്കേണ്ടി വന്നു. കൊടുക്കുമ്പോൾ അമ്മക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അതുപോലെ നോക്കി നമ്മൾ വെള്ളവും വളവും ഒക്കെ ഇട്ടിട്ട്, വളം എന്നറിയാൻ പുറത്തുനിന്ന് വാങ്ങിച്ച വളമൊന്നും അല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ചായയിലയും അതുപോലെ കരിയിലയും അതൊക്കെ പറക്കിക്കൂട്ടി ഉണ്ടാക്കിയ വളമാണ്. അമ്മ സ്വന്തം ഉണ്ടാക്കിയ വളമാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഒരുപാട് സങ്കടം വന്നു. അപ്പം അമ്മ പറയാറുണ്ട്, അയ്യോ ഈ വലിയവർ വീട്ടിലുണ്ടാവാനേ പാടില്ല, എന്ത് തൊട്ടാലും അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഒരു തരത്തിലൊരു സത്യമാണ്. പക്ഷേ എന്നിരുന്നാലും അതിലൊരു ശരിയുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അവരും അതൊന്നുമില്ലാതെ വെറുതെ പറയത്തൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിനും നമ്മൾ ചെറിയൊരു വില കൊടുക്കണ്ടേ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്ന് ഒന്ന് എഴുതി അറിയിച്ചോളൂ. അപ്പോൾ എനിക്കും അതൊരു പഠിക്കാനും ഒരു നല്ല കാര്യമാണത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.